വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് കമന്റ്സിൽ നമുക്ക് കുറെ പോസിറ്റീവായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ അത് നെഗറ്റീവ് സൈഡായിട്ടും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇ ഒരു ഇക്കണോമിക്കൽ കാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ആരൊക്കെ ഇ വാങ്ങിക്കരുത്, നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇവിയും കൂടെ ഒരു ഡിസ്കഷൻ പോയിന്റിലാണ്, നിങ്ങൾ അതിൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കാണാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ലാസ്റ്റ് ടൈം ഞാൻ ഇവിനെ കുറിച്ച് വീഡിയോസ് ഇട്ട സമയത്ത് ആൾട്ടോ കാറിലാണ് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ആൾട്ടോ കാർ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത്, ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് 1,73,000 കിലോമീറ്റർ ആയിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം, അതായത് മെയ് 28, 2026 മെയ് 28-നാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നത്തേക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കൃത്യം ഒരു മാസം ആകുമ്പോൾ എൻ്റെ കിലോമീറ്റർ ഞാനിതാ ഇവിടെ കാണിച്ചു തരാം. ഏകദേശം 1,74,000 സംതിങ് ആണ് ഞാൻ ഓടിയിരിക്കുന്നത്. അതായത് 1,800 കിലോമീറ്റർ ആണ് ഞാൻ ഇവിടെ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റണ്ണിങ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലിറ്ററിന് പെട്രോളിന് 114 രൂപയാണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് ആയിട്ടുള്ളത്. ഈ 114 രൂപയ്ക്ക് ഞാൻ ഇത്രയും ഒരു ഓൾട്ടോ കാറിൽ വേണ്ടി മാത്രം ഏകദേശം 11,400 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 11,400 രൂപ നമ്മുടെ റണ്ണിങ് കോസ്റ്റ് മാത്രം. അപ്പോൾ ആരൊക്കെ ഇ വാങ്ങിക്കരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇ എല്ലാവർക്കും പറ്റുന്ന ഒരു കാർ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് സൈഡ് നോക്കിയിട്ട് വാങ്ങിക്കണം. പക്ഷേ അത് എല്ലാവർക്കും ഇക്കണോമിക്കൽ ബെനിഫിറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം റീസെയിൽ വാല്യൂ ഒരു പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ഇക്കണോമിക് സൈഡ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിയിലേക്ക് ചൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ റെഗുലർ ആയിട്ടൊരു വാഹനം ഓടിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു വാഹനം നിങ്ങളുടെ ഒരു യൂഷ്വൽ ഒരു ക്യാരക്ടർ പ്രകാരം നിങ്ങൾ ഒരു 3-4 വർഷം ഉപയോഗിച്ച് ആ വാഹനം വിറ്റ് പുതിയൊരു വാഹനം വാങ്ങിക്കും. അധികം ഓട്ടമില്ല, അതായത് ദിവസം ഒരു 50 കിലോമീറ്ററിൽ താഴേക്ക് നിങ്ങൾ ഓടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്ററിൽ താഴേക്ക് ഡ്രൈവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മാസം നോക്കുകയാണെങ്കിൽ ഒരു 1000 കിലോമീറ്ററിൽ താഴേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് മാത്രമേ മാസം നമ്മളൊരു റണ്ണിങ് കോസ്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ആ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ഉള്ള കാറ് മാറ്റി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പെട്രോൾ കാറിന് അല്ലെങ്കിൽ ഡീസൽ കാറിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റീസെയിൽ വാല്യൂ കിട്ടുന്നുണ്ട്. മറിച്ച് നമ്മളൊരു ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, നമുക്ക് അധികം റണ്ണിങ് ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഈ റണ്ണിങ് കോസ്റ്റ് കാര്യമായിട്ടൊന്നും നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പെട്രോൾ കാറിൻ്റെ അത്രയും റീസെയിൽ വാല്യൂ നമുക്ക് അവിടെ കിട്ടില്ല. സോ അത് കാരണം നമുക്ക് ലോസ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓട്ടം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അതിന് മുകളിലേക്ക് ഓടുന്നുണ്ട്, അല്ലെങ്കിൽ മാസം നിങ്ങൾ ഒരു 2,000-2,500 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾ മാസം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പെട്രോളാണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്യൂവൽ എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, മറിച്ച് നിങ്ങൾ അവിടെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 കിലോമീറ്ററിന് 1 രൂപയിൽ താഴേക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് റണ്ണിങ് കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. സോ അവിടെ നിങ്ങൾ സേവ് ചെയ്യുന്നത് മന്ത്ലി ഒരു 15,000-20,000 അടുത്ത് നിങ്ങൾക്ക് സേവിങ്സ് തന്നെ ഉണ്ടാവും. സോ ഒരു 3-4 വർഷം നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പെട്രോൾ കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ തുക റണ്ണിങ് കോസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും. എന്നാൽ മറിച്ച് വിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റണ്ണിങ് കോസ്റ്റ് അത്രയൊന്നും വരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ന് കരുതുക. അത് നിങ്ങളൊരു 4 വർഷം യൂസ് ചെയ്തിട്ട്, ഒരു 3-4 വർഷം യൂസ് ചെയ്തിട്ട് നിങ്ങളത് സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു 7 ലാക്സ് ആണ് നമുക്ക് അത് മാക്സിമം ആണ്. 7 ലാക്സ് നമുക്കൊരു റീസെയിൽ വാല്യൂ കിട്ടി. ഓക്കെ, അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിൽ നിങ്ങൾക്ക് ഒരു 70% നിങ്ങൾക്കൊരു വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് നല്ല റീസെയിൽ വാല്യൂ ആണ് അവിടെ പെട്രോൾ കാറായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു മാസം 2,000 കിലോമീറ്റർ വെച്ച് നിങ്ങൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതുക. ഓക്കെ, 2,000 × 12, അതായത് ഒരു മാസം നോക്കുക, ഒരു മാസം 2,000 കിലോമീറ്റർ × ഒരു വർഷം. ഓക്കെ, 12, ദെൻ ഒരു 4 വർഷത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 90,000-96,000 കിലോമീറ്ററോളം അത് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും ഒരു മിനിമം ഒരു 80,000 നിങ്ങൾ ഒരു 4 വർഷത്തിൽ റൺ ചെയ്തു എന്ന് കരുതുക. ഓക്കെ,
ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ഒരു 80,000 കിലോമീറ്റർ റൺ ചെയ്തു. അതിന് നിങ്ങളുടെ കാറിൽ പെട്രോളിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നത് ഒരു 16 കിലോമീറ്ററാണ് നിങ്ങൾക്ക് മൈലേജ് ഒരു പെർ ലിറ്ററിന് കിട്ടുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 5,000 രൂപയോ 5,000 ലിറ്ററോളം പെട്രോൾ നമ്മൾ അടിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ 114 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5,70,000 രൂപ നമുക്ക് അവിടെ ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു റണ്ണിങ് കോസ്റ്റ് ആയിട്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ വിൽക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ വാഹനം വാങ്ങിയ ആ ഒരു വില മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 10 ലക്ഷത്തിന് വാങ്ങിയ വാഹനം നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ എക്സാക്ട്ലി എത്രയാണ് വന്നിരിക്കുന്നത്? 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനത്തിന് നമ്മളൊരു 6 ലക്ഷത്തിന് നമ്മളവിടെ ഫ്യൂവൽ അടിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ഈ 16 ലക്ഷം രൂപയുടെ വാഹനം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. 7 ലക്ഷം കിട്ടില്ല, എന്നാലും 7 ലക്ഷം കിട്ടി എന്ന് കരുതുക. ഓക്കെ, 7 ലക്ഷം കിട്ടിയാൽ തന്നെ നമുക്ക് അവിടെ എത്ര രൂപയുടെ ലോസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 9 lakhs റുപ്പീസ് നമുക്ക് അവിടെ ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കില്ല, അല്ലേ? പക്ഷേ EVയിലേക്ക് വരുന്ന സമയത്ത് ഒരു 80,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനീസ് പറയുന്നത് ഒരു പെർ കിലോമീറ്ററിന് ഒരു രൂപയിൽ താഴെ എന്നുള്ള രീതിയിലാണ് കൺസിഡർ പറയുന്നത്. എന്നാലും ഒരു 1.5 ലക്ഷം രൂപ കൺസിഡർ ചെയ്ത് നോക്കുക. ഒരു 2 രൂപ വെച്ച് കൺസിഡർ ചെയ്താൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപയാണ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്നാലും നമ്മൾ ആ EV കാർ നമ്മളൊരു 4 വർഷം യൂസ് ചെയ്തിട്ട് വിൽക്കുന്ന സമയത്ത് റീസെയിൽ വാല്യൂ കുറവാണെങ്കിൽ പോലും ഇത്രത്തോളം, അതായത് നമ്മൾ പെട്രോളിന് വേണ്ടിയിട്ട് പെട്രോൾ കാറിൽ റണ്ണിങ് കോസ്റ്റിനായിട്ട് ചിലവഴിച്ച അത്രയും നഷ്ടമൊന്നും നമുക്ക് അവിടെ സംഭവിക്കുന്നില്ല. അത് എപ്പോഴും അത് പ്രോഫിറ്റബിൾ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഓട്ടം കൂടുതലുള്ളവർ ഇക്കണോമിക് സൈഡ് നോക്കിയിട്ടാണ് ഒരു കാർ വാങ്ങിക്കുന്നതെങ്കിൽ ഓട്ടം കൂടുതലുള്ളവരാണെങ്കിൽ EV പ്രിഫർ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അധികം ഓട്ടം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും EVയെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് അവരുടെ ഒരു റൈഡ് ക്വാളിറ്റി നല്ലതായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കി വാഹനം നോക്കുന്നുണ്ട്. പക്ഷേ ഇക്കണോമിക് ഒരു ബെനിഫിറ്റ് ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് EV കൺസിഡർ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയാം. താങ്ക് യു.